ആകാംക്ഷയും കൗതുകവും പകർന്ന് ജാക്കിയിൽ വീടുയർത്തുന്നു. കലൂർ ചക്കാലപ്പാടം സ്വദേശി രഞ്ജന്റെ 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് ഹരിയാനയിൽ നിന്നുള്ള തൊഴിലാളികളാണ് 3 അടി ഉയർത്തുന്നത്. ഹരിയാനയിൽ നിന്നെത്തിയ 25ഓളം വിദഗ്ധ തൊഴിലാളികളാണ് വീട് ഉയർത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 250ഓളം ജാക്കികളിൽ നിർത്തിയിരിക്കുന്ന വീട് ഇപ്പോൾ തന്നെ 1.5 അടി ഉയർത്തി കഴിഞ്ഞു. ബാക്കി 1.5 അടി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വീടിരിക്കുന്ന പ്രദേശം റോഡിനേക്കാൾ താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനാലാണ് നിലവിലുണ്ടായിരുന്ന വീട് പൊളിക്കാതെ തന്നെ വീടിന്റെ തറ ഉയർത്താൻ തീരുമാനിച്ചത്. വീടിന്റെ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച തറ പൂർണ്ണമായി നീക്കിയ ശേഷമാണ് ജാക്കിയിൽ വീട് ഉയർത്തുന്നത്. എറണാകുളം സ്വദേശി ജോസ് ഫ്രാൻസിസിന്റെ ഉടമസ്ഥതയിലുള്ള EDSS എന്ന സ്ഥാപനവും ഹരിയാന സ്വദേശി രാജേഷ് കുമാറിന്റെ RBL കമ്പനിയും ചേർന്നാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. ഇത് ഞങ്ങൾ പഴയ ഫൗണ്ടേഷൻ ഇപ്പോൾ ബെൽറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഞങ്ങൾ ബെൽറ്റിന്റെ താഴെയുള്ളത് വെച്ചാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബെൽറ്റ് ഇല്ലാത്തതാണെങ്കിൽ ഞങ്ങൾ ചേസ് അടിച്ചിട്ടാണ് ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഞങ്ങൾ പുതിയ ഫൗണ്ടേഷൻ ഇട്ടു. യാതൊരു തകരാറുണ്ടാവില്ല. ഇത് ജീവിതകാലം ലൈഫ് ടൈം വാറന്റിയാണ് ബിൽഡിംഗ്. സാമ്പത്തികമായിട്ട് പുതിയ കെട്ടിടം പണിയുന്നതിന്റെ 3-4 കോസ്റ്റിലേ വരുള്ളൂ. കഴിഞ്ഞ ഏപ്രിൽ 15-നാണ് വീട് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനം നടത്തിയത്. 45 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാനാണ് കരാർ നൽകിയിരിക്കുന്നത്. ഒരു ചതുരശ്ര അടിക്ക് 100 രൂപയോളം ചെലവ് വരും. വീടിന്റെ തറ ജാക്കി ഉപയോഗിച്ച് ഉയർത്തുമ്പോൾ വീടിന് ബലക്ഷയം ഉണ്ടാകില്ലെന്നും അതിനാൽ ലൈഫ് ടൈം വാറന്റിയും കരാറുകാർ ഉറപ്പു നൽകുന്നുണ്ട്. ഉയർത്തൽ പൂർത്തിയായ ശേഷം വീണ്ടും ഫൗണ്ടേഷൻ ചെയ്ത് ബലപ്പെടുത്തുന്നതാണ്. സൂര്യ ന്യൂസ്, കൊച്ചി. കാർഷിക മേഖലയിലെ